ഈ സർക്കാരിനെതിരെ സംസാരിച്ചാൽ വിണ്ടിയാൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു വരി വാർത്ത നൽകിയാൽ കേസെടുക്കുമെന്ന ഓലപ്പാമ്പ് കാട്ടിയൊക്കെ അങ്ങ് പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണത്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം കൃത്യമായി നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥ ഫാസിസം എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ അഖിൽ? ഉമേഷ്, എന്തായാലും ഗുഡ് മോർണിംഗ്. ഈ സുപ്രഭാതം സൂര്യൻ ഉദിച്ചുയരുന്നതൊക്കെ തന്നെ തലസ്ഥാനത്തിൽ നിന്നും ഗംഭീരമായ വാർത്തകളും കൊണ്ടാണ്. ആ വാർത്ത വലിയ ഒന്ന് എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിപക്ഷ സമരങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മാധ്യമത്തിന്റെ ധർമ്മം. അത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി നടത്തിയാലും, അത് ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രതിഷേധമായാലും, കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഒരു സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച നടത്തിയ മാർച്ച്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി DGPയുടെ വസതിക്ക് ഉള്ളിൽ കയറി. അത് എന്തിനാണ് ആ സമരം നടക്കുന്നത്? വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ദാരുണമായിട്ടുള്ള പീഡനത്തിന്റെ ഇരയായി മരിക്കപ്പെടുന്നു. ആ പ്രതിക്ക് കോടതി ഇളവ് നൽകുന്നു, പോലീസിന്റെ വീഴ്ച സംഭവിക്കുന്നു. അങ്ങനെ ആ പോലീസ് വീഴ്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം മഹിളാ മോർച്ചയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ സമരം റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ റിപ്പോർട്ടർ, നമ്മുടെ സഹപ്രവർത്തകയായ രശ്മിയും ക്യാമറമാൻ നിതിനും ഒക്കെ അവിടെ എത്തുന്നത്. ആ റിപ്പോർട്ട് ചെയ്തു, ആ വാർത്ത ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു എന്നതിന്റെ ഒറ്റ കാരണത്തിലാണ് നാളെ 29-ാം തീയതി ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ നോട്ടീസിന് എന്ത് വിലയുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്ത്, വാളയാറിന് പുറത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ P രാജീവും അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ നേരിട്ട് ഭരണം നടത്തുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരുള്ള ഈ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ മാധ്യമ വേട്ട, ഭീകരത നടക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന നടത്തിയ കരിങ്കൊടി പ്രതിഷേധം, ആ കരിങ്കൊടി പ്രതിഷേധം ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു വനിതാ റിപ്പോർട്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ വനിതാ റിപ്പോർട്ടർ ഗൂഢാലോചന നടത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിഞ്ഞത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് എന്നൊക്കെ പറയുന്ന ഒരു വിചിത്രമായ വാദം കൂടി നമുക്ക് കാണേണ്ടി വന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഉമേഷ് സൂചിപ്പിച്ചത് തന്നെ ഞാനും ആവർത്തിക്കുന്നു, ഇത് ഞങ്ങളുടെ ജോലിയാണ്. ജനങ്ങളുടെ മുമ്പിൽ വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ തൊഴിലാണ്. ആ തൊഴിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും. അത് എത്ര പോലീസ് വേട്ടയാടിയാലും, എത്ര കേസെടുത്താലും, എത്തരത്തിലുള്ള ജയിലിലടയ്ക്കാൻ ശ്രമിച്ചാലും, എത്ര മാസിസ്റ്റ് ഭീകരതയുടെ വേട്ടയാടൽ ഉണ്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.